ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജോണിന്റെ വീട്ടിലെത്തുന്ന കനി എല്ലാം വീണയെയും ജോണിനെയും ഒന്നിപ്പിക്കാനുള്ള തൻ്റെയും മേരിക്കുട്ടി ടീച്ചറുടെയും ചെറിയമ്മയുടെയും പ്ലാൻ ആയിരുന്നുവെന്ന് ജോണിനോടും വീണയോടും പറയുന്നുണ്ട്. അങ്ങനെയൊന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കളിച്ചതാ, അല്ലാതെ കിട്ടിയ അവസരം മുതലെടുത്ത് ഒന്നും സ്വന്തമാക്കുന്ന ടൈപ്പല്ല ഈ കനി, കേട്ടോ. എടി, കുറെ യാത്രയൊക്കെ ചെയ്തപ്പോഴേ നമ്മുടെ ഉള്ളിലെ ലോകം അങ്ങ് വല്ലാണ്ട് വലുതായി. അതുകൊണ്ട് ഒന്നും നമ്മുടേതായി പിടിച്ചെടുക്കാനുള്ള താല്പര്യമൊന്നും ഇപ്പൊ തീരെ ഇല്ലാതായി. ഇനി ഏതെങ്കിലും തുറയിൽ ഒതുങ്ങണമെന്ന് തീരെയില്ല. ലോകമൊക്കെ കണ്ട് ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകണം. പോകുന്നിടത്തൊക്കെ സൗഹൃദങ്ങൾ, അതാവും എന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്കിട്ട് തന്ന പോലെ ചില ഫൺ പരിപാടികളൊക്കെ ഒപ്പിച്ച് ആഘോഷമായിട്ട് ഇങ്ങനെ പോകണം. അതാണ് എന്റെ ലൈഫ്. ഇങ്ങനെയുണ്ട് എന്റെ പ്ലാൻ എന്ന് ചിരിയോടെ വീണയോടും ജോണിനോടുമായി ചോദിക്കുക കനി. ജോണും ആശ്വാസത്തോടെ പറയുക, എന്തായാലും കനി കളി കലക്കിയെന്ന്. പക്ഷെ അമ്മ എന്റെ കൂടെ നിന്ന് ഇങ്ങനെയൊരു പ്ലാൻ നടത്തിയതാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നവൻ പറയ. ടീച്ചർ നല്ല നടിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് കനിയും. പാദവത്തിൽ ഇരിപ്പുണ്ട് വേറൊരു നടി. എന്താ നടി എന്ന് പറഞ്ഞവളും മേരിക്കുട്ടി ടീച്ചറും പൊട്ടിച്ചിരിക്കുക. അപ്പോഴാണ് വീണ അവിടെ നിൽക്കുന്ന സന്തോഷിനെ ശ്രദ്ധിക്കുന്നത്. അവളവനെ ടെൻഷനോടെ നോക്കിക്കൊണ്ട്, സന്തോഷേട്ടനാ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിയത് എന്ന് ജോണിനോടായി പറഞ്ഞേ മനസ്സിന് എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ കൈകൂപ്പുകയാ വീണ. സന്തോഷം പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടാളുടെയും മനസ്സിന്റെ നന്മ ആഴത്തിൽ അറിഞ്ഞവനാ ഞാൻ. വീണയുടെ ആഴത്തിൽ ഇഷ്ടമുണ്ടായിരുന്നിട്ട് പോലും ജോൺ അക്കാര്യം മറച്ച് എന്റെ ഇഷ്ടത്തിനു വേണ്ടി കൂടെ നിന്നു. എന്റെ വിവാഹത്തിനുള്ള പ്രതിസന്ധികളൊക്കെ മാറ്റാൻ ജോണും മേരിക്കുട്ടി ടീച്ചറും ഒപ്പമുണ്ടായിരുന്നു. എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ നിൽക്കുമോ എന്ന്. ജോൺ വീണയോട് പറയാതെ പോയ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ അടുത്താണ് അറിഞ്ഞത് പോലും. വീണ എന്റെ ഭ്രാന്തിന് കാവലിരുന്ന പെൺകുട്ടിയാ. നിയമപരമായി രണ്ടാവാൻ തീരുമാനിച്ചവർക്കിടയിൽ സാധാരണ യാതൊരു മനുഷ്യത്വപരമായ പരിഗണനകളും ഉണ്ടാവാറില്ല. പക്ഷേ ഞാൻ സ്വബോധത്തിൽ തിരിച്ചെത്തും വരെ മാത്രമായിരുന്നില്ല, ജോലിയിലേക്ക് പുനഃപ്രവേശിക്കും വരെ ഒപ്പം ധൈര്യമായി നിന്നു വീണ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ. എനിക്കായി ഇഷ്ടം മാറ്റിവെച്ച ചങ്ങാതിയും ഭ്രാന്തിന് കാവലിരുന്ന കൂട്ടുകാരിയും നിങ്ങൾക്ക് നല്ലതേ വരൂ. ഞാനേ കുടുംബജീവിതത്തിന് പാകപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനാ. ഒറ്റയ്ക്ക് മുന്നോട്ട് പോവാൻ ഇപ്പൊ വല്ലാത്തൊരു ധൈര്യമൊക്കെയുണ്ട്. ഭ്രാന്ത് വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി വീണയ്ക്ക് പേടി വേണ്ട. സാധ്യതയുള്ളതേ എഴുത്തിന്റെ ഭ്രാന്തിനാ. അത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്ന ഭ്രാന്താ. എന്തായാലും നിങ്ങളുടെ ഉള്ളിലെ നന്മയും സ്നേഹവും തന്നെയാണ് നിങ്ങളുടെ കരുതൽ. അത് തുടർന്നും ഇങ്ങനെ നിറവോടെ തുടരട്ടെ എന്ന് സന്തോഷ് അവരെ ആശംസിച്ച് നിർത്തുമ്പോഴേക്കും സന്തോഷേട്ടൻ പറഞ്ഞ പിന്നെ അതിൽ വേറെ അപ്പീലൊന്നുമില്ല. സന്തോഷേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിറവോടെ ഇങ്ങനെ തുടരണം കേട്ടോ എന്ന് കനിയും ആശംസിക്കുകയാ. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറുടെ മൊബൈലിലേക്ക് സരസുവിന്റെ കോൾ എത്തുകയാ. മേരിക്കുട്ടി ടീച്ചർ കോൾ എടുക്കുമ്പോഴേക്കും, ആ മേരി, കനിയും കുഞ്ഞിയും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ എന്ന് ടെൻഷനോടെ സരസു പറയേ. പേടിക്കണ്ട, അവരിവിടെയുണ്ട്, അവരിപ്പോ എത്തിക്കോളുമെന്ന് മേരി പറയേ. എന്തേലും പ്രശ്നമുണ്ടോടി എന്ന് ടെൻഷനോടെ സരസ്വതി ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ലടി എന്ന് മേരി പറയേ. ശരിയെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുകയാ. ഓടി വീട്ടിപ്പോ പിള്ളേരെ, കെട്ടിനുള്ള ആളുകളൊക്കെ വന്നു തുടങ്ങിയെന്ന് ചെല്ലെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും കനിയും വീണയും വിളിച്ചോണ്ട് പോവുകയാ. പുറകെ സന്തോഷം പോകുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ ജോണിനോടായി പറയുന്നുണ്ട്, എടാ നീ പോയി റെഡി ആവുന്നു. ശരി അമ്മ എന്ന് പറഞ്ഞ് അവനും സന്തോഷത്തോടെ റെഡിയാവാൻ പോവുകയാ. അവിടെ രജിസ്ട്രാർ ഓഫീസിൽ കനിയെയും വീണയും കാണാത്ത ടെൻഷനില്ല എല്ലാവരും. കനിയുടെ അച്ഛനും അമ്മയും ശിവരാമേട്ടനോട് കനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുഞ്ഞിയെയും കാണാനില്ലെന്ന് ശിവരാമേട്ടൻ പറയാ. അതെന്ത് വർത്താനായിട്ടാ, ഈ നേരത്തെ അവൾ എവിടെ പോയതാ എന്ന് പാർവതിയും ചോദിക്കുന്നുണ്ട്. സ്ഥലത്തിന്റെ കാര്യത്തിൽ അവസാനം ചേഞ്ച് വന്നത് പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അങ്ങനെ വല്ലതും എന്ന് റജി സംശയം പറയേ. എന്ത് കൺഫ്യൂഷൻ ആയാലും ആളെവിടെ എന്ന് മഹേഷ് ചോദിക്കേ. ഒരു വിവരവും കിട്ടിയില്ല ഇതുവരെ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ശിവരാമേട്ടൻ പറയേ. എന്നാ നമുക്ക് അന്വേഷിക്കാം എന്ന് വിഷ്ണുവും പറയുകയാ. അതെന്തായാലും വേണ്ടിവരുമെന്ന് മഹേഷും പറയുന്നുണ്ട്. അവിടെ കനിയും വീണയും രജിസ്ട്രാർ ഓഫീസിലേക്കുള്ള യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ മൊബൈലിലെ മെസ്സേജ് കണ്ട് വീണ കനിയോടായി പറയുന്നുണ്ട്, എടി വിളിച്ചിട്ട് കിട്ടാത്തോണ്ടെന്ന് തോന്നുന്നു, അമ്മയെന്തോ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നു, നീ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്ന് പറയുമ്പോഴേക്കും കനിയും തന്റെ ബുള്ളറ്റ് നിർത്തുകയാ. വീണ ആ മെസ്സേജ് കേട്ടുകൊണ്ട്, എടി ചടങ്ങ് വീട്ടിലല്ലെന്ന്, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം രജിസ്ട്രാർ ഓഫീസിലാക്കിയെന്ന് വീണ പറയെ. അടിപൊളി, എന്ന് നമുക്ക് നേരെ രജിസ്ട്രാർ ഓഫീസിലേക്ക് വിടാമെന്ന് കനിയും. അയ്യോ അപ്പൊ ഡ്രസ്സോ എന്ന് വീണ ചോദിക്കേ. അത് വക്കീലിനെ വിളിച്ച് സെറ്റ് ചെയ്താ പോരെ എന്ന് ചോദിച്ച് കനി വക്കീലിനെ വിളിക്കുകയാ. ടീച്ചറമ്മ അപ്പോഴേക്കും ശിവരാമേട്ടന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് ഓടിച്ചെന്ന്, അതേ പേടിക്കണ്ട, അവരെ കിട്ടി, എന്തോ കാര്യമായിട്ട് കനിയും കുഞ്ഞിയും മേരിക്കുട്ടിയുടെ അടുത്തൊന്ന് പോയതാ എന്നവർ പറയേ. ഈ നേരത്തോ എന്ന് ചോദിച്ച് റാംജി വഴക്ക് പറയുമ്പോഴേക്കും ചേച്ചിയും രാമേട്ടനും ഒന്ന് സമാധാനമായിട്ടിരിക്കെ, അവരിപ്പോഴെത്തും എന്ന് പറഞ്ഞ് അവരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാ ടീച്ചറമ്മ. അഡ്വക്കേറ്റ് സുജി അപ്പോഴേക്കും റജിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. അതെ, പിന്നെ കനിക വിളിച്ചിട്ടുണ്ടായിരുന്നു. കനികയും വീണയും നേരെ ഇങ്ങോട്ടാണ് വരിക. അവരുടെ ഡ്രസ്സ് മാധവത്തിന്ന് എടുക്കണം. അപ്പൊ നമുക്കൊന്ന് പോയി വന്നാലോ എന്ന് സുജി ചോദിക്കേ. പെട്ടെന്ന് പോവാം, അല്ലെങ്കിലേ ഇപ്പൊ തന്നെ വൈകി, വാ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞ് റജി സുജിയും വിളിച്ചോണ്ട് പോകുന്നത് ചിരിയോടെ ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ കല്ലുവും കാവ്യയും ഋതുവുമെല്ലാം. കനിയോടത്തുള്ള യാത്രയിൽ വീണ്ടും മൊബൈൽ നോക്കിക്കൊണ്ട് വീണ പറയുന്നുണ്ട്, എടി ആകെ 55 മിസ്ഡ് കോള് എനിക്കുണ്ട്, ഏകദേശം അത്ര എണ്ണം. നമ്മൾ അവിടെ എത്തിയാൽ നമ്മളെല്ലാരും കൂടി റോസ്റ്റ് ആക്കും, അത് ഉറപ്പാ എന്ന് കനി പറയേ. എന്താവോ എന്തോ എന്ന്
ടെൻഷനോടെ വീണയും നമുക്ക് നോക്കാമെന്നേ എന്ന് കനിയും. അവിടെ AC ഇട്ട് കാറിലിരിക്കായിരുന്ന ലച്ചുവിന്റെ അരികിലേക്ക് ചെന്ന് കാറിന്റെ ഗ്ലാസ്സിൽ തട്ടുമ്പോഴേക്കും ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് എന്തായി എന്ന് ലച്ചുവും ചോദിക്കുക. അതെ, മേരിക്കുട്ടിയുടെ അടുത്ത് എന്തിനോ പോയതാ, വരുന്നുണ്ട്, ഇപ്പോഴെത്തും എന്ന് ശിവരാമേട്ടൻ പറയേ. ഓ, ഞാൻ വന്നോളാമെന്ന് ലച്ചുവും പറയുക. രജിയും സുജിയും അപ്പോഴേക്കും ഡ്രസ്സുമായി എത്തി. രജിസ്ട്രാർ ഓഫീസിലെ സ്റ്റാഫിനോട് സാറേ, ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് എന്ന് ചോദിക്കെ ആ റൂം എടുത്തോ എന്ന് പറഞ്ഞ് ഒരു റൂം കാണിച്ചു കൊടുക്കുക അയാൾ. അവർ രണ്ടുപേരും ഡ്രസ്സ് കൊണ്ടുവയ്ക്കാനായി പോകുമ്പോഴേക്കും കനിയും വീണയും രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുകയാണ്. ശിവരാമേട്ടൻ അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ദേ ഡ്രസ്സൊക്കെ റജി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് മാറി വാ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. അവരുള്ളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കൃഷ്ണചന്ദ്രൻ സാറും റാംജി പാർവതിയും എല്ലാം വേഗം പോയി റെഡിയാവെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. ടെൻഷനോടെ നിൽക്കുകയായിരുന്ന അമ്മയുടെ അരികിലേക്ക് അമ്മ എന്ന് വിളിച്ച് വീണ ഓടി വന്ന് സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കുക. താങ്ക് യു അമ്മ എന്നവൾ സന്തോഷത്തോടെ പറയെ അവൾക്കൊരു ഉമ്മ കൊടുത്തുകൊണ്ട് വേഗം പോയി റെഡിയാവെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും പറഞ്ഞു വിടുക ടീച്ചറമ്മ. അപ്പോഴേക്കും ഒരു ഓട്ടോയിൽ സന്തോഷം അങ്ങോട്ട് എത്തുന്നുണ്ട്. അവൻ രജിസ്ട്രാർ ഓഫീസിനകത്തേക്ക് കയറുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന കല്ലവും എന്തായാലും ഒരു ടിസ്റ്റ് ഉണ്ടാവുമല്ലേ എന്ന് ചോദിക്കെ ടിസ്റ്റ് ഉണ്ടാവാതെ പറ്റോ എന്ന് സന്തോഷം. അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ടീച്ചറമ്മയും സന്തോഷത്തോടെ സന്തോഷിന്റെ കൈ കവർന്നെടുക്കുമ്പോൾ ഒരു കോൾ വന്ന ടീച്ചർമ്മ അതുമായി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. സന്തോഷപ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറിനെ കണ്ട് നമസ്കാരം പറയുമ്പോഴേക്കും വന്നിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നുണ്ട്. അത് കേൾക്കെ സന്തോഷം അദ്ദേഹത്തിന്റെ അടുത്ത ചെയറിൽ ചെന്നിരിക്കുക. അവിടെ ഡ്രസ്സ് മാറാനായി പോയ കനി അമ്മ തനിക്കായി വാങ്ങിച്ച തന്റെ സാരിയും ആഭരണങ്ങളുമെല്ലാം വീണയ്ക്കായി സന്തോഷത്തോടെ നൽകുകയാണ്. കണ്ണു നിറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന വീണയെ നോക്കിക്കൊണ്ട് ഇതൊക്കെ ചേരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവൾ ആ സാരി വെച്ച് നോക്കുന്നുണ്ട്. സൂപ്പറാ എന്ന് കനി പറയുമ്പോഴേക്കും വീണ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിക്കുക. പിന്നീട് പെട്ടെന്ന് പോയി റെഡി ആയിക്കെന്ന് പറഞ്ഞ് കനി അവളെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ജോണും രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുകയാണ്. അവരെ കാണാൻ വിഷ്ണുവും മഹേഷും അങ്ങോട്ട് വന്ന് എല്ലാം ഓക്കെ അല്ലെന്ന് ചോദിച്ച് അവനെ ഷേക്ക് ഹാൻഡ് നൽകുകയാണ്. ടീച്ചറമ്മയും അപ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി വന്ന് മേരി എല്ലാം പ്ലാൻ ചെയ്ത പോലെയാണല്ലോ എന്ന് ചോദിക്കെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെയെന്ന് മേരിക്കുട്ടി ടീച്ചർ. ഇവൾക്ക് ടീച്ചറമ്മയും അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. കാറിൽ ലച്ചുവും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പാ. അപ്പോഴേക്കും രജിസ്ട്രാർ ഓഫീസറുടെ അരികിലേക്ക് ചെന്ന് സാർ വിവാഹ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, കനികയും ജോണും എന്ന് പറയെ രണ്ടു കൂട്ടരും എത്തിയിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് അയാളും. ശരി സാർ എന്ന് പറഞ്ഞ് റാംജിയും അവരെ വിളിക്കാനായി പോവുകയാണ്. ശിവരാമേട്ടൻ അപ്പോഴേക്കും ലച്ചുവിന്റെ കാറിനരികിലേക്ക് ഓടിയെത്തി വീണ്ടും ഗ്ലാസ് താഴ്ത്താൻ പറഞ്ഞു. ലച്ചു, നമ്മൾ റെഡിയാണെങ്കിലേ ബാക്കി ഇവിടെ എല്ലാം ഓക്കെ എന്ന് പറയേ നമ്മൾ റെഡിയല്ലേ എന്ന് ലച്ചുവും ചോദിക്കുന്നുണ്ട്. കനി റെഡി ആവുന്നു എന്ന് ശിവരാമേട്ടൻ പറയേ ഓക്കെ ഞാൻ വന്നേക്കാമെന്ന് ലച്ചുവും പറയുന്നുണ്ട്. ഓക്കെ പറഞ്ഞ് ശിവരാമേട്ടനും ഉള്ളിലേക്ക് പോവുകയാണ്. ശിവരാമേട്ടൻ സരസുവിന്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ റെഡിയാണെങ്കിൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ, കനി റെഡിയായോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടോടി പോവുകയാണ്. അതുകൾക്ക് പരസ്പരം നോക്കി ചിരിയോടെ നിൽക്കുകയാണ് ടീച്ചറമ്മയും മേരിക്കുട്ടിയും. അവർ ഡ്രസ്സ് മാറാൻ പോയ റൂമിന് പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽപ്പാ റജിയും സുജിയും. ശിവരാമേട്ടൻ അങ്ങോട്ട് വന്ന് കനി റെഡിയായോ എന്ന് ചോദിക്കേ നോക്കട്ടെ അപ്പച്ച എന്ന് പറഞ്ഞ് സുജി നീ റെഡിയായോ എന്ന് അകത്തേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. റെഡിയായി ദേ വരുവാ എന്ന് കനിയും വിളിച്ച് പറയുക. റെഡിയായി ഇപ്പൊ വരുമെന്ന് സുജി പറയെ ശിവരാമേട്ടൻ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് എടാ റെജി കൃഷ്ണചന്ദ്രൻ സാറിനെ ഒന്ന് അകത്തേക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിക്കേ അത് ഞാൻ മാനേജ് ചെയ്തോളാം അപ്പാ എന്ന് റജിയും പറയുന്നുണ്ട്. സുജിയോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ റജി കൃഷ്ണചന്ദ്രൻ സാറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോഴേക്കും ലച്ചവും കാറിൽ നിറങ്ങി വരുന്നുണ്ട്. റജി സാറിന്റെ അരികിലേക്ക് ചെന്ന് സാർ റെഡിയാ അങ്ങോട്ട് ഇരിക്കാമെന്ന് പറയുമ്പോഴേക്കും സന്തോഷം റജിയും കൂടി സാറിനെയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ശിവരാമേട്ടൻ അരികിൽ ഇരുത്തുകയാണ്. അങ്ങനെ എല്ലാവരും ഓഫീസിൽ കനിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കെ മേരിക്കുട്ടി ടീച്ചറും ജോണിനെയും കൊണ്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. ടീച്ചറമ്മയും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഒരു ഫാൻസി സാരിയും എടുത്ത് സിമ്പിളായി കനി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാ. പുറകെ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ വീണയും. അവളെ കണ്ട് റാംജിയും യോ ഇതെന്താ ഇങ്ങനെ എന്ന് പാർവിനോടായി ചോദിക്കുന്നുണ്ട്. അവളെ ആ വേഷത്തിൽ കാണാൻ ശിവരാമേട്ടനും അമ്പരപ്പോടെ എഴുന്നേൽക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. മേരിക്കുട്ടി ടീച്ചറും ജോണും ടീച്ചറമ്മയും സന്തോഷമെല്ലാം സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ലച്ചുവും സംശയത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കെ വീണ കനിയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. നല്ലവും ചിരിയോടെ ഇതാണ് ടിസ്റ്റ് കണ്ടോ എന്ന് ഋതുവിനോടും കാവ്യയോടുമായി പറയുന്നുണ്ട്. കനി വീണയും കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും കനിയുടെ അച്ഛനും അമ്മയും അവരുടെ അരികിലേക്ക് ചെന്ന് എന്താ ഇവിടെ നടക്കുന്നതെന്ന് റാംജി ചോദിക്കുന്നുണ്ട്. എന്താ ഇത് എന്താ ഒന്നും പറയാത്തത് ബതാവോ എന്ന് റാംജി പറയുമ്പോഴേക്കും ലച്ചുവും അങ്ങോട്ട് ചെന്ന് കനി ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് കനിയും വിളിച്ചുകൊണ്ട് ആ റൂമിലേക്ക് കയറി പോകും. റൂമിലെത്തിയ ലച്ചു ദേഷ്യത്തോടെ കനിയോടായി ചോദിക്കുന്നുണ്ട് നീ ഇത്ര വലിയ ത്യാഗി ആവാനാണോ ഇങ്ങോട്ട് വന്നത്? ഇതിപ്പോ ഞങ്ങൾ എല്ലാവരെയും ഫൂൾസ് ആക്കിയതുപോലെ അല്ലേ എന്ന്. അല്ല കുഞ്ഞാ ഇത് വീണയുടെയും ജോണേട്ടന്റെയും വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ കളിച്ചൊരു പ്ലേ ആണ് എന്ന് കനി പറയെ സംശയത്തോടെ പ്ലേയോ എന്ന് ലച്ചുവും. ആന്നേ ഇതിലെ എന്റെ ത്യാഗമൊന്നും ഇല്ല. യുഎസിന് വരുന്ന സമയത്ത് ജോണേട്ടനോടൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാനത് അന്നേ വിട്ടു. ലോകം കണ്ടപ്പോ ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നവൾ പറയേ ഈ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞ ആരായി ഞങ്ങള് എന്ന് ലച്ചുവും ചോദിക്കുക. ചെറിയമ്മയും മേരിക്കുട്ടി ടീച്ചറും എന്ന് കനി ചിരിയോടെ പറയേ ഓ അപ്പൊ അതാണ് ടീം. സരസു ഇത്രയും കളിക്കാനൊക്കെ വളർന്നോ എന്ന് ലച്ചു ചോദിക്കേ ഇത് കുമ്മയല്ലേ എന്ന് കനിയും ചിരിയോടെ പറയേ ആർ യു ഓക്കെ ബേബി എന്ന് ലച്ചു ചോദിക്കുന്നുണ്ട്. ഓക്കെ കുഞ്ഞാ എന്നവൾ ചിരിയോടെ പറയേ
എന്നാ ശരി, അതർവൈസ് ഐ കാണ്ട് ആക്സെപ്റ്റ് ദിസ് എന്ന് പറഞ്ഞ് ലക്ഷ്മി കുഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കെയർ എന്ന് കനിയും പറയുക. അവളെ ചേർത്ത് പിടിച്ച് ലക്ഷ്മി ഒരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും അപ്പൊ പോട്ടെ എന്ന് കനി ചോദിക്കുന്നുണ്ട്. പോളിക്കാടാന്ന് പറഞ്ഞ് ലക്ഷ്മി അവളെ പറഞ്ഞു വിടുകയാ. കനി വീണ്ടും അച്ഛന്റെയും അമ്മയുടെയും അരികിലേക്ക് എത്തുമ്പോഴേക്കും കനി നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾ നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള വിഡ്ഢികളാണെന്ന് കരുതിയോ എന്ന് അവളുടെ അച്ഛൻ ചോദിക്കേ. ഇതിവള് നമ്മളെ അപമാനിക്കാൻ ബോധപൂർവം ചെയ്തതാ റാംജി എന്ന് പാർവതിയും പറയുന്നു. അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വന്ന് അതെ ഇവിടെ അധികം ബഹളമൊന്നും വെക്കരുത് എന്നോർമ്മിപ്പിച്ച് അവിടുന്ന് പോകുമ്പോഴേക്കും നീ എന്താ കനി ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഞങ്ങളെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ച് വീട്ടുകളാക്കുകയായിരുന്നോ നീ? അതും ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്. ഇത് ഞങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ല. വല്ലാത്തൊരു ഇൻസൾട്ട് ആയിപ്പോയി ഞങ്ങൾക്ക് എന്നച്ഛൻ പറയേ. കനിയും ചോദിക്കുന്നുണ്ട് അച്ഛനിപ്പോ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വല്ലാത്ത ഇൻസൾട്ടായി പോയി എന്നൊക്കെ. ഞാൻ ഇത്രയും കാലത്ത് നിങ്ങളെ രണ്ടാളും പറഞ്ഞു കേൾക്കാത്തൊരു വാക്കാ ഞങ്ങൾ. അത് ഞാൻ കേട്ടു. ഞാൻ ചെയ്തത് അതിനുപകാരപ്പെട്ടു. ഞാൻ വീണയുടെയും ജോണേട്ടന്റെയും കല്യാണം നടത്താൻ വേണ്ടി കളിച്ച ഒരു പ്ലേ ആണിത് എന്ന് കനി പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.